ചളി ചളി അവിടെ കേട്ടാ സൂര്യേട്ടാ കെട്ടൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ കാണിക്കണം? എന്താ 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 കഷ്ടം. സുഖേട്ടാ, ഞാൻ എന്ത് തെറ്റാ ഇങ്ങോട്ട് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്നോട് ഇങ്ങനെ ചതി ചെയ്ത്? ഞാൻ എന്താ ചെയ്ത്? എന്റെ കല്യാണം മുടക്കി തരുന്നത്. അച്ഛനും കൂടിയാണല്ലോ. എന്താന്ന് നീ അവിടെ നിന്നോ, ഞാൻ നോക്കിട്ട് വരാം. സുഖേട്ടാ, പ്യാരിന്റെ അമ്മേനെ നിങ്ങൾ കല്യാണം അന്വേഷിക്കാൻ പോയി. അതെന്റെ അച്ഛൻ മുടക്കി അന്ന് നിങ്ങളുടെ കല്യാണം നടന്നിട്ടാന്ന് വെച്ചാല് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിന്റെ അച്ഛൻ എങ്ങനെയാടാ എന്നെ മുടക്കണത്? എന്നെ ആര് വന്ന് അന്വേഷിച്ചാലും ഒരു ചീത്തപ്പേരുമില്ല. ഞാൻ കള്ളും വെള്ളം കുടിച്ചിരുന്നില്ല. നന്നായി അധ്വാനിക്കണ മനുഷ്യനായിരുന്നു. എന്താ പ്യാരി, ഈ ഒരു കാര്യം കേൾക്കണോ? ഇവന് ഞാനൊരു ആലോചന ശരിയായിക്കോ. എനിക്ക് തന്ന പോലെ തന്നെ ഇവന് ജ്വല്ലറിയിൽ പണിയെടുക്കുന്ന ഒരു പെൺകുട്ടി, അത് അച്ഛൻ പോയി മുടക്കി. എന്താ എടാ, ഈ ജ്വല്ലറി പണിയെടുക്കുന്ന ഏത് കുട്ടി വെച്ചിട്ടാ നീ? നമ്മുടെ കാർത്തിന് വല്യമ്മല്ലേ, അവരുടെ മകളുടെ കുട്ടിയില്ലേ സിജി, ആ ജ്വല്ലറിയിൽ പണിയെടുക്കണേ. ആ കുട്ടീനാണ് ഈ മൊയ്ത് ഇവനെ കൊണ്ട് ആലോചിച്ചത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, കാർത്തിക വല്യമ്മ, സുഗത നിന്റെ വീടിന്റെ അടുത്തല്ലേ ഈ ഉണ്ണിരാജ്, അവൻ എങ്ങനെ ഉണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അയ്യോ അവനെ കുറിച്ചൊന്നും ഞാൻ പറയാനില്ല. ഇനി അതങ്ങനെ അവനെ അറിഞ്ഞിട്ട് അവന് വിഷമായി അവന്റെ കഴുത്തിന് കള്ളടിച്ചു വന്ന് കഴുത്തിന് കയറി പിടിച്ച ഞാനാകെ പ്രശ്നം, എന്റെ കുടുംബം തകരാറാവെന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞോളൂ. മതിയല്ല, എന്തിനാ അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണം? സ്വന്തം മോൻ പറഞ്ഞിട്ട് ഉള്ളതല്ലേ പറഞ്ഞു. എന്തുള്ളതായാലും അവന്റെ ജീവിതം മുടങ്ങിയില്ലേ? എന്ത് കരുതിയിട്ടാ കള്ളും വെള്ളം കുടിച്ചു? നമ്മ ഒന്നിച്ച് പഠിച്ചടാ 5ാം ക്ലാസ് വരെ. 5 ജയിച്ചു, ഞാൻ തോറ്റ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടാ. പക്ഷെ എന്റെ ജീവിതം തോപ്പിച്ചു നിന്റെ അച്ഛൻ. അല്ല, വിഷമങ്ങളൊന്നും മനസ്സിലാക്കണം സോദേട്ടാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഉണ്ണി സങ്കടപ്പെടണ്ട. സങ്കടം തന്നെയാണ്. എന്റെ അതേ പ്രായമാണോ അവന്, അത് മനസ്സിലാക്കണം. അവന് വേറെ പെണ്ണിനെ വിധിച്ചിട്ടുണ്ടാവും. ഇത് നിനക്ക് വിധിച്ചല്ല. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, എല്ലാരും ഉണ്ടല്ലോ. രാവല്ലേ നീ രാവല്ലേ, നമുക്ക് ശരിയാക്കാം. അല്ല ഉണ്ണി പോട്ടെ. ഉണ്ണി നീ ചെല്ലി, ശരിയാവും. എന്റെ 5% പോയത് കേട്ടോ. എടുക്ക്, വണ്ടി എടുക്ക്. അടുത്തോ ഉറങ്ങണോ? അല്ല ഉറങ്ങണ അതെ, അച്ഛൻ ചെയ്ത മോശമായി പോയല്ലേ. എന്റെ അച്ഛനായിട്ടല്ല അവന്റെ കല്യാണം മുറിക്കാം. ഉറങ്ങാൻ പറ്റണില്ല, ഒരു അസ്വസ്ഥത, കുറ്റബോധം കൊണ്ട്. എന്താ നിന്റെ അഭിപ്രായം? എന്താണ്? എനിക്കൊരു അഭിപ്രായം ഇല്ല. എത്രാമത്തെ പ്രാവശ്യം ഞാൻ ഒരു സോറി പറയട്ടെ അവനെ വിളിച്ചിട്ട്? പറയങ്ങോട്ട്, എന്നിട്ട് കിടന്ന് ഉറങ്ങും. പാതി രാത്രിയാണ്. എന്റെ ദൈവമേ, അത് മനുഷ്യനാണ് അവള്. തിന്നാ കിടന്നുറങ്ങ. കണ്ണടക്കുമ്പോ ഉണ്ണിയുടെ കരച്ചിലാണ്. പാണിങ്ങോട്ട് വിളിച്ചുണ്ടാക്കുന്ന പട്ടി
ആ ഉണ്ണി, ആ പ്യാരിയാടാ, എവിടെ നീ? ഇല്ലടാ, അറിഞ്ഞു ചെയ്തതല്ല അച്ഛൻ. കരയല്ലേ നീ? നിനക്ക് പറ്റിയ, നിനക്ക് ഇഷ്ടം തോന്നണ, നിന്നെ നോക്കണ പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാകും. നീ സങ്കടപ്പെടണ്ട. ഉറപ്പായിട്ടും നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഉണ്ണി, എന്നോടൊന്നും തോന്നല്ലേ, മനസ്സിലൊന്നും വെക്കരുത് കേട്ടാ. നാളെ കാണാം നമുക്ക്. ശരിയാക്കിട്ടോ. മണ്ടോതിരി രാഘവനോ? ലക്ഷ്മിയെ, ഇതെന്റെ കുഞ്ഞമ്മയും കൊച്ചച്ഛനും വന്നേക്കണ്. ഇരിക്കി. എന്തേ? ആരേനെ ഉദ്ദേശിച്ചത്? ആരാ? എന്താ? ആ, കുഞ്ഞമ്മ. ചായ കൊടുക്കടി. ഇരിക്കി. ഇരിക്കാൻ സൗകര്യമില്ല. എന്റെ മോളുടെ കല്യാണം നടത്താൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളെ മോളെ കല്യാണം നടത്താൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതെ, പൈസക്ക് കുറച്ചേ കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ കണ്ണി കൊണ്ട തെണ്ടുകളൊന്നും വീട്ടിൽ കയറ്റി എന്റെ മോളുടെ ഭർത്താവാകേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഇല്ലടാ. പൈസക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ. മോളെ ഭർത്താവാക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താ സംഭവം? കാര്യം എന്താന്ന് മോനോട് ചോദിക്കേ. ഇവൻ പറഞ്ഞിട്ടേ ഒരു വൃത്തിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു കല്യാണാലോചിക്കാൻ. ഇവൻ പറഞ്ഞിട്ട് ഒരു മഹാവൃത്തിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു കല്യാണാലോചിക്കാൻ. അല്ലടാ, നീ ആരേനാ ചെക്കനെ ആലോചിച്ച്? കുഞ്ഞമ്മയുടെ മോൾക്ക് നമ്മുടെ ഉണ്ണി. ഇവൻ പറഞ്ഞു വിട്ടതല്ലേ ഓർത്ത് വീട്ടിൽ കയറി അവനെ സൽക്കരിച്ച് ചായയും കൊടുത്ത് പറഞ്ഞു വിട്ട് അവന് നമ്പറും കൊടുത്ത്. കല്യാണം ഒന്നും നടത്തിയില്ലോ. പിന്നെ കല്യാണം നടത്തില്ല. കേട്ടോ? എന്തേ? അവൻ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണ്. ഉറങ്ങിയോ? എന്ത് ഡ്രസ്സാ ഇട്ടേക്കണേ? മോളു കഴിച്ചോ? അമ്മനെ മോളെ അവൻ പൊന്നുപോലെ നോക്കാന്ന് എന്നോട് പറഞ്ഞു. അതായിരിക്കുള്ളൂ. അല്ല, അതിപ്പോ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ആലോചിക്കാം. വേണ്ട. ഞങ്ങളുടെ മോക്ക് നല്ലല്ലെന്ന് തോന്നിയാൽ ഞങ്ങളെ മോക്ക് നല്ലെന്നുള്ളത് ഞങ്ങൾ നടത്തൂല. അല്ലേ? എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ? അവർക്ക് അറിയില്ല, അതൊക്കെ അവര് ചെയ്തോളില്ലേ. സോറി കുഞ്ഞമ്മ. അത് ഇവളിവിടെ നിക്കണ്. അല്ലെങ്കിൽ നിന്റെ തലയും കൊണ്ടേ ഞാൻ തലയും കൊണ്ടേ പോയില്ല. അങ്ങനെ പറ്റിപ്പോയി അബദ്ധത്തിൽ. ഇനി അവരുടെ മകൾക്ക് ഒരാലോചന നമ്മൾ നോക്കരുത്. ഇല്ല, ഇനി ഞങ്ങളുടെ മകൾക്കെന്നല്ല ഒരാലോചന ഇവൻ ആലോചിച്ചെന്ന് അറിഞ്ഞ മുട്ടുകാല് വലിയൊടിച്ച് ഇവിടെ കേട്ടിടും ഞാൻ. മുട്ടുകാലല്ല ഓടിക്കും ഞങ്ങ. അല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇരിക്കും. നമുക്ക് ഇനി ഒന്നും കേൾക്കണ്ട. ആളുകള് കേൾക്കും. എന്റെ ചെരുപ്പ് എവിടെ? നീ ഇത് എന്ത് ഭാവിച്ചാടാ? കണ്ട, അവൾക്ക് മോശമല്ലേ ഇത്? നീ എന്തിനാടാ മറ്റേ മണ്ടോദരിയുടെ മോൾക്ക് ചെക്കൻ അന്വേഷിക്കണേ? അച്ഛൻ ഉണ്ണി എന്റെ കളിക്കൂട്ടുകാരനല്ലേ. അതിന് അച്ഛൻ കാരണമല്ലേ അവന്റെ കല്യാണം മുടങ്ങി അവനൊരു ജീവിതം ഇല്ലാതായത്. എനിക്ക് അതിന്റെ കുറ്റബോധം കൊണ്ട് ഞാൻ ഒരു മാസമായി ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് കിടന്നിട്ട്. അപ്പൊ അവനൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ കുഞ്ഞമ്മയുടെ മോളെ ഒന്ന് ആലോചിച്ചാണ്. എടാ, ഈ കുറ്റബോധം പശ്ചാത്താപമൊക്കെ ആവശ്യത്തിന് നല്ലതാണ്. ഏത് സമയത്തും കുറ്റബോധം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്ത് ചെയ്യ ജീവിതം കോഞ്ഞാട്ടായി പോവും. എന്തേലും ഈ കാര്യത്തിൽ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത് ശരി തന്നെയാണ്.
ചേട്ടാ ചേട്ടാ ചേട്ടനൊന്നും തോന്നണില്ലേ? എന്താണ്? ഇന്നെന്താ കുഞ്ഞമ്മയും കൊച്ചനും കൂടെ വന്ന് ഇത്രയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പോയിട്ട് ചേട്ടന് ഒരു കുറ്റബോധം തോന്നണില്ലേ? എനിക്കെന്തിനാ കുറ്റബോധം? അവര് മോശമല്ലേ ചെയ്തത്? നമ്മുടെ വീട്ടിൽ കിടന്ന് അത്ര ഒച്ച ഉണ്ടാക്കിയത്. ഓഹോ, അപ്പൊ നാട്ടുകാരുടെ കാര്യമൊക്കെ വരുമ്പോ നല്ല കുറ്റബോധം വിഷമമുണ്ട്. ഇതിപ്പോ ഞാനും കൂടെ ഉൾപ്പെടുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് ഒരു വിഷമവും ഒരു കുറ്റബോധവും ഇല്ല. എന്താണ് ലക്ഷ്മി, നീ എന്നൊന്നും നന്നാവാനും സമ്മതിക്കൂലേ? മോശമായി പോയാ? ആ കുഞ്ഞമ്മേ, ഉറങ്ങിയാ? മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.